Hi friends, welcome to Homemakers Dreams, our dream channel. മാങ്ങ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഏതൊരു സീസണിലും മാങ്ങ കിട്ടാത്ത സമയത്തും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കേക്കാണിത്. മാംഗോ പപ്പഡ് കേക്ക്. മാങ്ങാത്തര വെച്ചിട്ടുള്ള കേക്കാണ്. ഇതുവരെ യൂട്യൂബിൽ അങ്ങനെ ഒരു കേക്ക് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. മാങ്ങ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ കേക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ അപ്പോൾ നമുക്ക് കേക്കിൻ്റെ ബേസ് ഉണ്ടാക്കാം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: 1 കപ്പ് മൈദ, 1 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് ഓയിൽ, 2 മുട്ട, 1/4 കപ്പ് പാല്, 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ്. ഇതെല്ലാം കൂടിയിട്ട് ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ടുള്ളതാണിത്. വാനില എസൻസ്. ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ആദ്യം തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പഞ്ചസാര നമുക്കതൊന്ന് പൊടിച്ചെടുത്ത് വെക്കാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാം. അതിനായിട്ട് നമ്മളൊരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഉപ്പൊക്കെ ഉള്ളത് നമ്മൾ ഇട്ടിട്ട് നന്നായി അതൊന്ന് അരിച്ചെടുക്കുക. അതൊരു 3 വട്ടം നന്നായി അതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അരിച്ചെടുത്തിട്ടുള്ളത് നമുക്കതാണ് നീക്കി വയ്ക്കാം. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാനായിട്ട് ഒരു പാത്രം എടുക്കുക. അതിലേക്ക് നമ്മൾ 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ബീറ്റർ വെച്ചിട്ടോ അതോ വിസ്ക് വെച്ചിട്ടോ നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഫ്ലഫി ആയിട്ട് മുട്ട ബീറ്റ് ചെയ്തെടുക്കുക. നന്നായി ബീറ്റായി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് അതും കൂടി നന്നായി അതിൽ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുള്ളതായത് കാരണം പെട്ടെന്ന് തന്നെ അത് മിക്സാവും. ഇനി നമ്മുടെ പഞ്ചസാര മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഓയിൽ ഒഴിച്ചിട്ട് നന്നായി അതും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കേക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഒട്ടും അറിയാത്തവർക്കും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ചേശ്ശെ ഇട്ടിട്ട് നമ്മളൊരു സ്പാച്ചുല വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു മരത്തവി വെച്ചിട്ടോ നമ്മളത് ടേൺ ചെയ്ത് അത് മിക്സ് ചെയ്തെടുക്കുക. ഒക്കെ കൂടി ഒരുമിച്ചിട്ടിട്ട് ഇളക്കി എടുക്കരുത്. അപ്പോൾ നമ്മൾ അങ്ങനെ റെഡിയാക്കി എടുക്കുക. ഇത് ശരിക്കും ഒരു ബേസ് കേക്ക് തന്നെയാണ്. ഈ ഒരു ബേസ് കേക്ക് നമുക്ക് സ്ട്രോബെറി കേക്കിനായാലും ഫ്രൂട്ട് കേക്കിനായാലും ബ്ലൂബെറി കേക്കിനായാലും ഒക്കെ അതിൻ്റെ ഒരു ബേസായിട്ട് നമുക്ക് ഈ ഒരു കേക്കിൻ്റെ അളവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഒട്ടും അറിയാത്തവർക്ക് ഇപ്പോൾ ഏത് കേക്ക് ഉണ്ടാക്കാനായാലും അതിൻ്റെ ഒരു ബേസ്, ഇങ്ങനത്തെ ഒരു കേക്കുകൾ ഉണ്ടാക്കാനായിട്ട് ഇതിൻ്റെ ഒരു ബേസ്, ഈ ഒരു അളവും കാര്യങ്ങളൊക്കെ കൃത്യമാണ്. ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മിക്സ് ചെയ്ത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മളിതിൽ കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് അതിൻ്റെ ബാറ്റർ ഒന്ന് ശരിയാവാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള പാല് കുറച്ചേശ്ശെയായിട്ട് ഒഴിച്ച് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ശരിക്കും അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളതിലേക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് പാൽ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പാല് നമ്മൾ 1/4 കപ്പ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ 1/4 കപ്പ് പാല് കുറേശ്ശെ ഒഴിച്ചിട്ട് ആ ഒരു ബാറ്റർ നമ്മൾ റെഡിയാക്കി എടുക്കുകയാണ്. ഇനി നമ്മളിതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള വാനില എസൻസ്, 1 ടീസ്പൂണ് വാനില എസൻസും കൂടി ഒഴിച്ച് അത് നന്നായി അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ ഒരു ടിന്നിലേക്ക് ഒഴിച്ച് ഒരു 5-10 വട്ടം അതൊന്ന് ടാപ്പ് ചെയ്തെടുക്കുക. അതിൽ എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള 150 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ് ബേക്ക് ചെയ്യാനാണ് വെക്കുന്നത്. അപ്പോൾ നമ്മളത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കണം. 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓരോ ഓവണനുസരിച്ച് ചിലപ്പോൾ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ വ്യത്യാസം വരും. ഇവിടെ കൃത്യം 30 മിനിറ്റ് ആകുമ്പോഴേക്കും അത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കേക്ക് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ കേക്ക് നന്നായി ചൂടാറിയിട്ടുണ്ട്. നല്ലൊരു സോഫ്റ്റായിട്ടുള്ള ഫ്ലഫി ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. നമുക്ക് കണ്ടോ അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ്, നമ്മൾ സ്പോഞ്ച് പോലെ തന്നെ ഇരിക്കുന്ന ഒരു കേക്ക് തന്നെയാണിത്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട്
ഉള്ള സാധനങ്ങളാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത്. ആദ്യം തന്നെ നമ്മുടെ വിപ്പിംഗ് ക്രീം, 1 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാനായിട്ട് അറിയാത്തവർക്ക് നമ്മൾ വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഇതാണ് നമ്മുടെ മാങ്ങാത്തര, ഈ പപ്പട്, മാംഗോ പപ്പട് എന്ന് പറയുന്ന സാധനം. അപ്പോൾ അതായത് ഈ മാങ്ങാത്തര ഇപ്പോൾ മാർക്കറ്റിൽ ഇഷ്ടം പോലെ നമുക്ക് വാങ്ങാൻ കിട്ടുന്നുണ്ട്. അത് ചെറുതായി നുറുക്കി വെച്ചിട്ടുള്ളതാണ്. ഞാനിവിടെ ഒരു 100 ഗ്രാം ആണ് നമുക്കിവിടെ ആകെ കൂടി ആവശ്യം വരുന്നുള്ളൂ. പിന്നെ നമുക്ക് ഡെക്കറേഷനും കാര്യങ്ങൾക്ക് ആവശ്യം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂട്ടാം. അപ്പോൾ അത് ചെറുതായി നുറുക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഷുഗർ സിറപ്പ്, ഒരു 8 ടേബിൾ സ്പൂണ് പഞ്ചസാര, 1/2 കപ്പ് വെള്ളത്തിൽ തിളപ്പിച്ച് എടുത്തിട്ടുള്ളതാണ്. അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സിറപ്പാണ്. ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ തന്നെ ആക്കി വെച്ചിട്ടുള്ളതാണ്. വേറെ പ്രത്യേകിച്ച് നൂല് പാകമൊന്നുമില്ല. ഷുഗർ സിറപ്പ് നമ്മൾ ഈ ഒരു 1/2 കപ്പിൽ നമ്മൾ പഞ്ചസാര അലിയിപ്പിച്ചെടുത്തിട്ടുള്ളതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ശരിയാക്കി വെക്കാം. അതേപോലെ നമുക്കിതിനാവശ്യമായിട്ടുള്ള മാംഗോ ജാമാണ്, ഹാപ്പിയുടെ ജാമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതാണ് സൗകര്യമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ കമ്പനീൻ്റെ എടുക്കാം. അതേപോലെ എസൻസ്, ജസ്റ്റ് ഒന്ന് ആ ക്രീമിന് ലാസ്റ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ കളറും ഇതും കൂടിയിട്ടുള്ള എസൻസിൻ്റെയാണ്. അപ്പോൾ ആ ടിഗറിൻ്റെ മാംഗോ എസൻസ് ആണ് എടുത്തിട്ടുള്ളത്, യെല്ലോ എസൻസ്. ഇനി നമുക്ക് കേക്ക് ഒന്ന് 3 ലെയറായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. അതിനായിട്ട് ഒരു കത്തി വെച്ച് ആദ്യം തന്നെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. നമ്മുടെ സാധാ നൂലെടുത്തിട്ട്, കുറച്ച് കട്ടിയുള്ള നൂലാണെങ്കിൽ സൗകര്യമുണ്ട്, ഞാനിവിടെ സാധാ നൂലാണ് എടുക്കുന്നത്. നൂല് വെച്ചിട്ടാണ് ഞാൻ മുറിച്ചെടുക്കുന്നത്. മുറിച്ചെടുക്കുന്ന രീതിയും കൂടിയും കാണിക്കുന്നുണ്ട്. പലർക്കും ഇത് മുറിക്കുമ്പോൾ തെറ്റി പോകാനൊക്കെ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെ നൂല് വെച്ചിട്ട് ആ വരഞ്ഞ സ്ഥലത്തിൽ കൂടെ നൂലിട്ട് കൊടുക്കുക. നൂലിട്ട് കൊടുത്തിട്ട് അത് വട്ടെത്തുമ്പോൾ ജസ്റ്റ് ഒരു നൂല് അതിനുള്ളിൽ കൂടെ ഒന്ന് എടുക്കുക, ഒന്ന് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ നൂലിൻ്റെ 2 അറ്റവും പിടിച്ചിട്ട് അതൊന്ന് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കേക്ക് മുറിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതേപോലെ മുറിച്ചെടുക്കുക 3 ലെയറായിട്ട്. ഇനി കത്തി വെച്ചിട്ടാണ് മുറിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ മുറിച്ചെടുക്കാം, ഓരോരുത്തരുടെ ഇഷ്ടം. ഇതെനിക്ക് ഈസി ആയിട്ട് തോന്നി, അപ്പോൾ ഇതെല്ലാവർക്കും ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. സാധാ നൂല് മതി, അതിന് വേണ്ടിയിട്ട് ടൈം ഇതിനൊന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്കിത് ലെയറാക്കി എടുക്കാം. അങ്ങനെ 3 ലെയറാക്കി എടുക്കുക കേക്ക്. നല്ല പെർഫെക്റ്റായിട്ട് നമ്മുടെ ലെയർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 3 ലെയറായിട്ട് എടുക്കുക. ഇനി അടുത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ളത് റൗണ്ട് ടേബിളാണ്. റൗണ്ട് ടേബിൾ ഇല്ലാണ്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കി എടുക്കാം. നമ്മുടെ ക്രേപ്പ് കേക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. റൗണ്ട് ടേബിൾ ഇല്ലാണ്ട് നമുക്ക് സാധാരണ പാത്രം വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്ന്, അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ റൗണ്ട് ടേബിളിൻ്റെ മുകളിൽ ഒരു കേക്ക് ബോർഡ് വെച്ചിട്ട് കേക്ക് ബോർഡിൻ്റെ നടുവിലായിട്ട് കുറച്ച് ക്രീം തേച്ച് കൊടുക്കുക, വിപ്പിംഗ് ക്രീം. കേക്ക് ഒന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കേക്ക് ഉണ്ടാക്കാൻ ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഇത് പറയണത്, ഓരോന്നായിട്ട്. അപ്പോൾ നമ്മുടെ ബേസിൻ്റെ ഒരു ലെയർ അതിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായി എല്ലായിടത്തും ഒന്ന് ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഷുഗർ സിറപ്പ് നന്നായി ഒഴിച്ചു കൊടുക്കുക. കേക്ക് നന്നായി വെറ്റായിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. കേക്ക് നന്നായി വെറ്റാവുമ്പോഴാണ് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലൊരു ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടുക. അല്ലെങ്കിൽ നമ്മുടെ കേക്ക് ഹാർഡായിട്ടിരിക്കും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ 1 ടേബിൾ സ്പൂണ് മാംഗോ ജാം അതിലേക്ക് ഒന്ന് നന്നായി അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധത്തിൽ. കൂടുതൽ മാംഗോ ജാം ഒന്നും ഇടേണ്ട ആവശ്യമില്ല, 1 ടേബിൾ സ്പൂൺ മതി മാക്സിമം. എന്ന് വെച്ചാൽ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു കേക്കിൻ്റെ മധുരം വളരെയധികം കൂടും. അത്രയ്ക്കും മധുരമായ ഒരു കഴിക്കുമ്പോൾ ഒരു മടുപ്പ് തോന്നും. ഒരു പാകം മധുരമാണെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ ഇതാ മാംഗോ ജാമിൻ്റെ മുകളിൽ നമ്മുടെ വിപ്പിംഗ് ക്രീം നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സൈഡിലും എല്ലായിടത്തുമായിട്ട് വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വിപ്പിംഗ് ക്രീം എല്ലായിടത്തും ആക്കിയതിന് ശേഷം അതിന് മുകളിലാണ് നമ്മുടെ മാങ്ങത്തര ചെറിയ പീസുകളാക്കി വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കുന്നത്. എല്ലായിടത്തും മാങ്ങത്തരയുടെ പീസ് ആവണ വിധത്തിൽ എല്ലാ സൈഡിലേക്കും നമ്മൾ കേക്കിൻ്റെ മുകളിൽ എല്ലായിടത്തും പരത്തി കൊടുക്കണം. എന്ന് വെച്ചാൽ കേക്കിൻ്റെ ഓരോ പീസ് നമ്മൾ വായിൽ വെക്കുമ്പോഴും നമ്മുടെ മാങ്ങത്തര നമുക്ക് കടിക്കാൻ കിട്ടണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കണം. എന്ന് വെച്ചാൽ ഫുള്ളായിട്ട് നമുക്കത് ഇട്ട് കൊടുക്കണ്ട, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മുടെ സെക്കൻഡ് ലെയർ വെക്കണം.
നേരത്തെ പോലെ തന്നെ ഫോർക്ക് വെച്ചിട്ട് കുത്തി കൊടുക്കുക. അതിൽ സിറപ്പ് ഒന്ന് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നേരത്തെ ചെയ്ത ഫസ്റ്റ് ലെയറിന് ചെയ്ത അതേ റിപ്പീറ്റേഷൻ തന്നെ നമ്മുടെ മാംഗോ ജാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ വിപ്പിംഗ് ക്രീം, അതിൻ്റെ മുകളിൽ നമ്മുടെ മാങ്ങാത്തര. അങ്ങനെ ഒരു സ്പീഡിൽ കാണിക്കുന്നത് എന്ന് വെച്ചാൽ വെറുതെ സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ നമ്മൾ ചെയ്തെടുക്കുക. ഓരോന്നും മറക്കാണ്ട് നമ്മൾ വിപ്പിംഗ് ക്രീമിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ മാങ്ങാത്തരയുടെ പീസുകൾ ഇട്ട് കൊടുക്കുക. അതാ അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് മുകളിൽ നമ്മുടെ മൂന്നാമത്തെ ലെയർ കേക്കാണ് വെക്കുന്നത്. ഇതൊക്കെ ഒപ്പല്ലേ എന്നൊക്കെ നോക്കിയിട്ട് വേണം വെക്കാനായിട്ട്. വെച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് ഫോർക്ക് വെച്ച് കുത്തി കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് മാത്രമേ നമ്മൾ ഒഴിച്ച് കൊടുക്കണുള്ളൂ. മാംഗോ ജാം ഇട്ട് കൊടുക്കണില്ല. അതിനുശേഷം നമ്മൾ കേക്ക് ഫുള്ളായിട്ട് ഫ്രോസ്റ്റിംഗ് ചെയ്യാനായിട്ട് ചെയ്യാണ്. ഫുള്ളായിട്ട് സൈഡിലും എല്ലായിടത്തും നമ്മൾ ക്രീം വെച്ചിട്ട് ഫ്രോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്, ക്രം കോട്ടിങ് പോലെ. അതിന് നമ്മളതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ട് ഒന്നും കൂടെയും അതൊന്ന് ക്രീം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. നന്നായി ക്രീം വെച്ചിട്ടാക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഇതാണ് ഈ ഒരു കേക്കിൻ്റെ ഒരു ബേസായിട്ട് ചെയ്യണ കാര്യങ്ങൾ. ഇനി നമ്മളിതിന് മുകളിൽ നമുക്ക് എന്ത് ഡെക്കറേഷൻ വേണമെങ്കിലും ചെയ്യാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്ത് ഡെക്കറേഷൻ വേണമെങ്കിലും കളർ കൊടുത്തിട്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഇതാ ഇവിടെ കുറച്ച് വിപ്പിംഗ് ക്രീമിൽ കുറച്ച് നമ്മൾ നേരത്തെ ടീഗറിൻ്റെ മാംഗോ എസെൻസും ഇതും കൂടിയിട്ട് ഉണ്ടായിരുന്ന ഒരു എസെൻസ് കാണിച്ചു തന്നില്ലേ, ആ എസെൻസ് ഒഴിച്ചിട്ട് അതിൽ കളറും കൂടി മിക്സാണ്. അപ്പോൾ അത് ഒഴിച്ചിട്ടുള്ളത് ഞാൻ എന്താ ഇവിടെ സൈഡിൽ നമ്മുടെ ക്രീം വെച്ചിട്ട് ചെയ്തെടുക്കേണ്ടത്. സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. അതേപോലെ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് ഞാൻ കുറച്ച് ക്രീം മുകളിൽ വെറുതെ ഒന്ന് പൈപ്പിംഗ് ബാഗ് വെച്ചിട്ടൊന്ന് നോസിൽ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മാങ്ങാത്തരയുടെ വലിയ പീസ് കൊണ്ട് ഞാനൊരു ഫ്ലവർ ഉണ്ടാക്കിയിട്ട് അതും കൂടിയാണ് വെച്ചിട്ടുള്ളത്. ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. മാങ്ങ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ കേക്ക് ഇഷ്ടപ്പെടും. അത് എല്ലാ സീസണിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മാംഗോ പപ്പഡ് കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ബൈ.